ദാ ഇതുപോലത്തെ പിൻട്രസ്റ്റി കപ്പ് ഇങ്ങോട്ട് ചെയ്തെടുത്താലോ? എന്തുകൊണ്ടെന്നല്ലേ, ക്ലേ ഉണ്ട് തന്നെ. സോറി, കപ്പ് മാത്രമല്ല, കപ്പും സോസറും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്ലേ ഇങ്ങനെ ഒരേ സൈസിൽ ബോൾസ് ആക്കി ഉരുട്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബോൾസിനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ സാസറിൻ്റെ നടുവിലായിട്ട് കുറച്ച് ആഴം കൂടുതലായതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പീസ് ഓഫ് ക്ലേ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് സാസർ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ സെൻറ്ററിൽ ക്ലേ വെച്ച് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും വെള്ളം വെച്ചിട്ട് ഓവറോൾ നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കി എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ക്ലേ ആർട്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ആ സാസർ അങ്ങോട്ട് മാറ്റി വെക്കുക. നമുക്കിനി ഒരു കപ്പ് ഉണ്ടാക്കാം. നന്നായിട്ട് കുഴച്ച ക്ലേ ഒരു ബോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ തമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ഇട്ട് ഇതാ ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആദ്യം ഒരു ബേസ് ഉണ്ടാക്കുക, എന്നിട്ട് സൈഡ് വെച്ച് കൊടുക്കുക. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെയായിട്ടോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു പീസ് ഓഫ് ക്ലേ നീളത്തിൽ പരത്തിയിട്ട് ഇതുപോലെ സ്മൂത്ത് ചെയ്തിട്ട് കപ്പിന് പിടിക്കാൻ പാടുള്ള സംഭവം അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിടുത്തം വെച്ച് കൊടുക്കുമ്പോൾ എക്സ്ട്രാ കുഞ്ഞു കുഞ്ഞു ക്ലേസ് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ പിടുത്തം അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ പിൻട്രസ്റ്റി കപ്പ് ആൻഡ് സോസർ അതിവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും അത് മറക്കണ്ട. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.